ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവുള്ളം. യേശു ക്രിസ്തുവിൻ്റെ ഈ അത്ഭുത വചനങ്ങളാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ വിളിയിലൂടെയുള്ള അത്ഭുത വിടുതലിനെ കുറിച്ചത്രേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ. അനന്തരം അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവ് തിരുവുള്ളമായൊരു മണിക്കൂറിലേക്കാണ് ഞാനും നിങ്ങളും ലക്ഷോപലക്ഷം കുടുംബങ്ങളുടെ കൂടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന ആ സ്ഥലത്തിരുന്ന് 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ യേശുവിനെ ആരാധിക്കുക, ദൈവനാമത്തെ ആരാധിക്കുക, സ്വർഗീയ ശക്തിയെ ആരാധിക്കുക, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. സ്വർഗത്തിന് ശക്തി വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ അത്യത്ഭുതകരമായ ശക്തി വ്യാപരിച്ച് സാത്താന്യ ശക്തികൾ ഇടിമിന്നൽ പോലെ ഇപ്പോൾ നിവധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ആരാധന, 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 ആരാധന. യേശുവേ, വലിയ വിശ്വാസത്തോടെ വിട്ടുപോട്ടെ. യേശു നാമത്തിൽ വിട്ടുപോവുക. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ വിട്ടുപോവുക. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് വിടുതൽ, വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ ഈ കുടുംബങ്ങളെ അങ്ങയുടെ അത്ഭുത നാമത്തിൽ ആശീർവദിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഈ കുടുംബങ്ങളിൽ ഈ ദൈവമക്കളെ ഭാരപ്പെടുത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള തകർച്ചകളും സംശയങ്ങളും ദുഃഖങ്ങളും നിരാശകളും എല്ലാ പരാജയത്തിന്റെ ശക്തികളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന രോഗങ്ങളെയും പനികളെയും പരുക്കളെയും വ്യാധികളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു. യേശു നാമത്തിൽ ശാസിക്കുന്നു. രോഗങ്ങളെ വ്യാധികളെ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്നും ഈ കുഞ്ഞുങ്ങളിൽ നിന്നും വിട്ടുമാറി പോവുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങയുടെ നാമത്തെ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്ക് അയക്കുന്നു. ഈ കുടുംബങ്ങളിൽ സാമ്പത്തിക തകർച്ച, ഓരോ തരത്തിലുള്ള തഴക്കദോഷങ്ങൾ, മദ്യപാനം, വ്യഭിചാരാസക്തി, പാപബന്ധനങ്ങൾ, അരാജകത്വങ്ങൾ, വൈകൃതങ്ങൾ, ഇവ നിമിത്തം ഈ കുടുംബങ്ങളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നെങ്കിൽ കാലങ്ങളായുള്ള സാത്താനി ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി, വചനത്തിന്റെ അത്ഭുത ശക്തി ഇന്ന് ഈ കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ. സ്വർഗീയ ദൂതന്മാർ ഊരിയ വാളുമായി ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മെ പീഡിപ്പിക്കുന്ന അനേക ബന്ധനങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും നമ്മെ മഹത്വത്തിലേക്കും ഉയർച്ചയിലേക്കും ദൈവാനുഭവത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ നിരവധി വ്യക്തികളെ ദൈവ വിളി നൽകി ദൈവിക ശുശ്രൂഷകളിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ള ദൈവ വിളിക്ക് അതിൻ്റെതായ ഒരു അത്ഭുത ശക്തിയുണ്ട്. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി തന്നെ, ആ വ്യക്തിയുടെ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം, എങ്ങനെയാണ് ദൈവവിളി ആ വ്യക്തിയുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറിയത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യ ലെറ്ററാണിത്. അവർ പറയണത് എങ്ങനെയാണ്: എൻ്റെ പേര് സിബി സെബാസ്റ്റ്യൻ. ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്നാണ് ഈ എഴുത്തെഴുതുന്നത്. അച്ഛൻ ഏപ്രിൽ മാസം 2011 സെന്റ് ജോസഫ് ചർച്ച് ഹ്യൂസ്റ്റണിൽ വെച്ച് നടത്തിയ ധ്യാനത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഭയഭക്തികളോടെ പങ്കെടുത്തിരുന്നു. ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റി. ഞാൻ ഇവിടെ നേഴ്സിംഗ് പഠിച്ച് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു അത്. കുറേ സ്ഥലങ്ങളിൽ നാളുകളായി അന്വേഷിച്ചെങ്കിലും ഒരിടത്ത് നിന്ന് ആശാവഹമായ ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല. സാമ്പത്തിക മാന്ദ്യവും മറ്റ് പല കാരണങ്ങൾ നിമിത്തം ജോലിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എങ്കിലും ഉത്തരയില്ല. ഇതിനിടെ ഒരു ചെറിയ ജോലി കിട്ടിയെങ്കിലും അവിടെ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇല്ലാതിരുന്നതിനാൽ ഒറ്റ ദിവസം കൊണ്ട് ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹ്യൂസ്റ്റൺ പള്ളിയിൽ വെച്ച് അച്ഛൻ്റെ ധ്യാനം കൂടാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്. സത്യത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ധ്യാനവും ഇങ്ങനെയൊരു ശുശ്രൂഷകളിലും പങ്കുചേരുന്നത്. വളരെ കാലമായി കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോന്നിരുന്നതിനാൽ അവിടെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ആദ്യമായിട്ട് ധ്യാനം കൂടുകയാണെങ്കിലും ആ ധ്യാനത്തിൽ ഞങ്ങൾ ശരിക്കും പങ്കുചേർന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനം ഒരു ആശീർവാദ ശുശ്രൂഷ നടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും ക്യൂ ആയി നിന്ന് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ആശീർവാദത്തോട് താല്പര്യമില്ല. തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥന, അച്ഛൻ കൈകൾ നീട്ടി ആശീർവദിക്കുക, ഇതൊന്നും എനിക്ക് താല്പര്യം, എനിക്ക് പോകാൻ മടിയായിരുന്നു. അതൊരു ചടങ്ങ് മാത്രമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ തന്നെ ഉദ്ദേശിക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നിലുണ്ടായി. ഞാൻ ക്യൂവിലെ ഏറ്റവും അവസാനത്തെ ആളായി ഏറ്റവും പുറകിലെത്തി. അടുത്തെത്തിയപ്പോൾ അച്ഛൻ ഒരു കുരിശ് തിരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനു മുമ്പ് വരെ അച്ഛൻ കുരിശില്ലാതെയാണ് ആ പള്ളിയിൽ ധ്യാനത്തിനുണ്ടായിരുന്നവരെ ആശീർവദിച്ചുകൊണ്ടിരുന്നത്. ക്യൂവിൽ ഏറ്റവും ഒടുവിലത്തെ ആളായി എത്തിയ എന്നെ അച്ഛൻ വിശുദ്ധ കുരിശ് കൊണ്ട് ആശീർവദിച്ച് ആനാൻ വെള്ളം, ഹോളി വാട്ടർ തളിച്ച് വെഞ്ചരിച്ചു. ധ്യാനം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എൻ്റെ ജോലി തടസ്സം മാറി ജോലിക്കുള്ള കോൾ വന്നു. അമേരിക്കയിൽ 1700 പരം ബ്രാഞ്ചുകളുള്ള വലിയ ഒരു സ്ഥാപനത്തിൽ നേഴ്സായി ഞാൻ നിയമിക്കപ്പെട്ടു. വലിയ ഉയർന്ന ശമ്പളമാണ് എനിക്ക് ഓഫർ ചെയ്യപ്പെട്ടത്. എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടെ എനിക്ക് ആ ജോലിയിൽ എന്നെ സ്ഥിരപ്പെടുത്തി.
എൻ്റെ ജോലി തടസ്സം എൻ്റെ ദൈവം ഒരൊറ്റ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ എടുത്തു മാറ്റി 2-ാം ദിവസം ഞാൻ ജോലി പ്രവേശിക്കാൻ ദൈവം ഇടവരുത്തി. ദൈവത്തിനോടുള്ള കടപ്പാട് എൻ്റെ ദൈവത്തിന് സഭയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. തീർന്നിട്ടില്ല, മറ്റൊരു അനുഭവവും എനിക്കുണ്ടായി. ആ ധ്യാനം എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അന്ധകാരത്തെ നീക്കി. ദൈവകൽപ്പനകൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് മൂവീസ് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക പീഡയുടെ അടിമത്തം എന്നിലുണ്ടായിരുന്നു. ആ ധ്യാനത്തോടുകൂടെ ആ പൈശാചിക പീഡ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ദുർപീഡ എന്നെ അലട്ടുന്നേയില്ല. അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നേയില്ല. ദൈവം എൻ്റെ ഉള്ളിൽ കൃപ നിറച്ചു. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ്. ഇന്ന് ഒഴിവുള്ള സമയത്ത് ദൈവരാജ്യ വേലയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാനും സഭയിൽ പ്രവർത്തിക്കാനും എനിക്ക് തോന്നുകയാണ്. ഇതിനെല്ലാത്തിനും ഞാൻ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഒരു കുടുംബം എത്രയോ വർഷങ്ങളായി പല ഭാരത്തിലിരിക്കുകയാണ്. ജോലിക്ക് തടസ്സം, എത്ര അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, ചില ദുർപീഡകൾ, ഇന്റർനെറ്റ് മൂവീസിന്റെ അടിമത്തം, പിന്നെ ദൈവവേലയ്ക്ക് തോന്നുന്നില്ല. അങ്ങനെ ദൈവത്തിന് അനുഭവം മുരടിച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് വിധത്തിൽ ഇതാ മൂടപ്പെട്ട് കിടന്ന ഒരു ജീവിതമായിരുന്നു ഈ സഹോദരിയുടെ ജീവിതം. എന്നാൽ കർത്താവ് നൽകിയിരിക്കുന്ന ദൈവവിളിയുടെ അധികാരത്തോടെ കുരിശിന്റെ അടയാളത്തിൽ ഒരു ആശീർവാദവും ഒരു വെഞ്ചിരിപ്പും, ഒരു കൂടി വന്ന 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റ്, ആ സമയത്ത് ഒരു യുഗം മുഴുവനും അനുഭവിച്ച തടസ്സങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. വലിയൊരു വിടുതൽ ആ കുടുംബത്തിലേക്ക് കർത്താവ് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒരു അധികാരം അവർക്ക് പകർന്നു കൊടുത്തു. നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. ദൈവവിളിക്ക് ദൈവം ഒരു പ്രത്യേക വില കൽപ്പിക്കുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു കുട്ടി, ഒരു മകനോ മകളോ ഒരു സിസ്റ്ററാകണം, ഒരു വൈദികനാകണം എന്ന് ആഗ്രഹം പ്രകാശിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ ലോകത്തിൽ വെച്ച് ദൈവത്തിന് നൽകാവുന്നതിൽ അത്യുന്നതമായ ഒരു അനുഗ്രഹം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എന്ന് ചിന്തിക്കണം. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്? സമൂഹത്തിന്റെ മേൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ മാറ്റാൻ ശക്തിയുള്ളതാണ് ദൈവവിളി. സഭയുടെ മേൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ മാറ്റാൻ ശക്തിയുള്ളതാണ് ദൈവവിളി. ദൈവജനത്തിന്റെ അപമാനം നീക്കാൻ കഴിവുള്ളതാണ് ദൈവവിളി. ദൈവവിളി ഉള്ളവരുണ്ടെങ്കിലേ ജനത്തിന്റെ അപമാനം നീക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പോകാം. 1 സാമുവേൽ 7-ാം അധ്യായം 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. എന്താണ് അവിടുത്തെ സംഭവം? ഇതാ ഫിലിസ്തീയർ, മർക്കടമുഷ്ടികൾ, ശക്തന്മാർ, ആയുധങ്ങളുള്ളവർ സംഘടിച്ച് ഒരു വലിയ സേനാബലത്തോടുകൂടെ മിസ്പായിൽ ദൈവത്തിന്റെ ജനത്തിനെതിരായി ഒരുമിച്ച് കൂടി മുന്നേറി വരികയാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ ജനത്തിന്റെ കയ്യിൽ ആയുധങ്ങളില്ല, അവരെ നേരിടാനുള്ള സൈന്യബലമില്ല, അവരോട് പൊരുതി നിൽക്കാനുള്ള ശക്തിയോ ധൈര്യമോ ഇല്ലാത്ത ദൈവത്തിന് ജനം വിളറുകയാണ്. ഈ സമയത്ത് സാമുവേൽ എന്ന് പേരുള്ള ദൈവവിളി സിദ്ധിച്ച ഒരു ദൈവവിളിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു, സാമുവേൽ. ജനത്തിന്റെ ഈ പ്രശ്നം സാമുവേൽ അറിഞ്ഞു. സാമുവേൽ എന്ത് ചെയ്തു? സാമുവേൽ ഈ ഒരു വലിയ പ്രതികൂലം ജനത്തെ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ജനം നശിക്കാതിരിക്കാൻ സാമുവേൽ നേരെ ദൈവ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഒരു ആട്ടിൻകുട്ടിയെടുത്ത് മുറിച്ച് ദൈവത്തിന് ദഹനബലി അർപ്പിച്ച് ഒരൊറ്റ പ്രാർത്ഥനയാണ്. സ്വർഗം പിളർക്കപ്പെട്ടു, സ്വർഗം തുറന്ന് ഇടിമിന്നൽ പോലെ ശക്തി ഇറങ്ങി. അതാണ് 1 സാമുവേൽ 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലരെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിന്റെ അടുക്കൽ ചെന്ന് അഭ്യർത്ഥിച്ചു. സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ബലിയായി കർത്താവിന് അർപ്പിച്ചു. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു.
സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലരെ ആക്രമിക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്ഖാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ച്. ഹല്ലേലൂയ! അവരെ പിന്തുടർന്ന് വധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കംപ്ലീറ്റ് വിജയവും ഇസ്രായേലിന്റെ കൈകളിൽ. കംപ്ലീറ്റ് ശക്തിയും ഫിലിസ്തീർക്കായിരുന്നെങ്കിലും ശക്തിയും സേനയും ശേമുഷി എല്ലാം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വന്ന ഫിലിസ്തീരുടെ കയ്യിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ സഹായം, ഈ സാമുവേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയെത്തി. ദൈവത്തിന്റെ സഹായം ഇസ്രായേൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കാൻ ഇടിമുഴക്കത്തോടെ ഉത്തരമരുളി ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ! ഒരു ദൈവവിളിയുള്ള ഒരു മനുഷ്യൻ ആ രാജ്യത്തുണ്ടായിരുന്നത് കൊണ്ട് ജനം രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അമലേക്യർ എന്ന് പറയുന്ന വളരെ കിരാതന്മാരായ ആളുകൾ ഇതാ ഇസ്രായേൽക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ചീറിപ്പാഞ്ഞടുക്കുകയാണ്. ഈ സമയത്ത് മോശ ജോഷുവയോട് പറഞ്ഞു, ഉള്ള സൈന്യത്തെ ശേഖരിച്ച് അവർക്കെതിരെ പൊരുതുക. അതിനുശേഷം മോശയും ഏതാനും അനുചരന്മാരും മലമുകളിലേക്ക് കയറി ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ദൈവവിളി സിദ്ധിച്ച മനുഷ്യൻ ആ ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, മോശ പ്രവാചകൻ. അദ്ദേഹം എന്ത് ചെയ്തു? 17-ാം അധ്യായം 11-ാം വാക്യം. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്ക് വിജയം ഉണ്ടായിക്കൊണ്ടിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവവിളി ലഭിച്ച, ദൈവവിളിയുടെ സിദ്ധിയുള്ള ഒരു മനുഷ്യൻ ആ മലമുകളിലേക്ക് കയറി കൈകൾ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴ്വാരത്ത് യുദ്ധഭൂമിയിൽ ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ പ്രകടമായ ദൈവിക ശക്തി വന്ന് അവരെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി ഈ ജനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. നോക്കുക, ദൈവവിളി സിദ്ധിച്ച ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ബലം, ദൈവവിളി സിദ്ധിച്ച ഒരു മനുഷ്യൻ കൈകൾ ഉയർത്തിയാൽ അതിന് ബലമുണ്ട് എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർക്ക് മാത്രമാണ് ദൈവവിളി എന്ന ഈ അത്യുന്നതമായ ആ ഒരു അഭിഷേകം പകർന്നു നൽകുന്നത്. അങ്ങനെ ഒരു ദൈവവിളി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും, മകനോ മകളോ, എനിക്ക് ഒരു വൈദികനാകാൻ പോകണമെന്ന് തോന്നിയാൽ, എനിക്കൊരു സിസ്റ്ററാകാൻ പോകണമെന്ന് പറഞ്ഞാൽ, പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങൾ വളരെ അഭിമാനത്തോടെ ആ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തിന് നൽകാവുന്നതിന് വെച്ച് ഉന്നതമായ ഒരു അധികാരവും അഭിഷേകവും ഒരു പദവിയുമാണ് അതിലൂടെ കർത്താവ് നിങ്ങളോട് കാണിക്കുന്നത് എന്ന് തിരുലിഖിത പ്രകാരം മനസ്സിലാക്കണം. ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ ദൈവവിളിയെ ഈശോ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 തിരുലിഖിതങ്ങൾ. ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന തൊട്ടു മുമ്പ് ഈ ദൈവവിളിയുള്ളവരായിരുന്നു ഈശോയുടെ ചുറ്റുമുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുള്ളവരെ ഈശോ പ്രത്യേക വിധത്തിൽ സ്നേഹിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. പത്രോസ് സ്ലീഹായ്ക്ക് കുറച്ച് വീഴ്ചകൾ മറ്റു സ്ലീഹന്മാർ ആ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പല മാനുഷിക ബലഹീനതകൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ വലിയ പർവ്വതീകരിച്ച് കാണുന്നൊന്നുമില്ല. പകരം ഈശോ ഇവരെ പ്രത്യേകമായി സ്നേഹിക്കുകയാണ്. ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം ഈശോ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ 12 പേരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അത് കാണാൻ ഈ 12 പേരെ ഈശോയുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന മുമ്പ് യോഹന്നാൻ 20, 22, 23 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നോക്കുക, ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ വേദനയാണ് അവരുടെ ഹൃദയത്തിന്റെ പാപങ്ങൾ. ആ പാപങ്ങൾ സൗജന്യമായി ക്ഷമിക്കാനുള്ള പാപമോചന അധികാരം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുത്ത്, ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത്, ദൈവവിളി അതീവ ശക്തിയുള്ള ജീവിതമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് എബ്രായ ലേഖനം 5:4 പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചീത്ത വാക്കുകൾ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതങ്ങനത്തെ ഒരു അരൂപി ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എന്നും ലോകത്തിലുണ്ടായിരുന്നു. ഈശോ ഈ അരൂപിയുടെ പ്രവർത്തനത്തെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അവനെ പിശാച് ബാധിതനെന്ന് അപ്പോൾ അവർ പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും വന്നു, അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന്. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു പൈതലിനോട് ലോകത്തിനൊരു പ്രത്യേക ശത്രുതയുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ ചില വൈദികരോട് ചില ദേഷ്യമുണ്ട്, ചില സിസ്റ്റർമാരോട് പൊറുക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു തന്നെയാകട്ടെ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മളെ പോലുള്ള ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അവരിലുള്ള മാനുഷിക അവസ്ഥ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സ്വർഗസ്ഥനായ ദൈവം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്ത മാലാഖമാരെ പിടിച്ച് ഈ ദൈവവിളി ഏൽപ്പിച്ചുകൂടായിരുന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷിക ബലഹീനതകളോടുകൂടി ഉള്ളവരെ തന്നെ ദൈവം ഇതിലേക്ക് നിയോഗിക്കുമ്പോൾ ദൈവം അവരുടെ അവസ്ഥകളെ കൂടെ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിന്ന് ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ലോകത്തിലുള്ള ദൈവവിളികളെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ വൈദികരെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ ബിഷപ്പുമാരെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കണ കർത്താവേ. എല്ലാ കർദിനാളന്മാരെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കണ കർത്താവേ. എന്തെങ്കിലും സഭാവിരോധം ഉണ്ടെങ്കിൽ, വൈദിക വിരോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് പറിച്ച് ദൂരെ എറിയണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് അതിശക്തമായി വ്യാപരിക്കണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, എല്ലാ അന്ധകാരങ്ങളെയും നീക്കിക്കളയുന്ന അത്ഭുത വിടുതലിന്റെ ആത്മാവേ വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം തിരുലിഖിതം. ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയെ നമുക്ക് സ്നേഹിക്കാം. ദിവ്യകാരുണ്യമേ നാഥാ, സ്നേഹപ്പൂമഴ തൂകുന്ന നാഥാ, ആത്മസ്വരൂപനേ നാഥാ, ആനന്ദമേകുന്ന നാഥാ. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ. സാമുവൽ പ്രവചനത്തിൽ 1-ാം പുസ്തകത്തിൽ 7-ാം അധ്യായം പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. ദൈവം നമ്മുടെ സഹായശില. ഇന്ന് മകനെ, മകളെ, നീ രോഗിയാണോ? തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ?
ദൈവം നമ്മുടെ സഹായശീല. ഈ യാഥാർത്ഥ്യം ഏറ്റുപറഞ്ഞ് ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ സഹായകൻ, എന്റെ ദൈവം എന്നെ അറിയുന്നവൻ, എന്റെ ദൈവം തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്നും എന്നെ ഒളിപ്പിക്കുന്നവൻ. ദൈവം എന്റെ സഹായശില. ദൈവം എന്റെ സഹായശില. ഇരു കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിനെ നോക്കി, ജീവിക്കുന്ന ദൈവത്തെ നോക്കി, എന്റെ ദൈവം എന്റെ സഹായശില, എന്റെ ദൈവം എന്റെ എബനേസർ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചേറ്റ് പറഞ്ഞ് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബനേസർ, ദൈവം എന്റെ സഹായശില, എന്റെ ദൈവം എബനേസർ. ദൈവം എന്റെ സഹായശില, അത്ഭുത ശക്തി. ദൈവം എന്റെ സഹായശില. ദൈവം എന്റെ സഹായശില. ദൈവം എന്റെ സഹായശില.